കെറം അസ്ലിയെ കപ്പഡോഷ്യയിലെ ഒരു പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഒരു ആൻറ്റിയും അങ്കിളും ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഇവർ ഡിന്നർ കഴിക്കുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് അസ്ലിയെ അറിയുന്നത് കെറമിൻ്റെ അച്ഛൻ കെറം കുട്ടിയായിരിക്കുന്ന സമയത്ത് മരിച്ചുവെന്ന്. അപ്പോൾ അവൾ അവനോട് അവൻ്റെ അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് എഴുന്നേറ്റ് പോകുകയാണ്. അപ്പോൾ അവിടുത്തെ ആൻറ്റിയും അങ്കിളും അവളോട് പറയാണ്, അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവനക്കൊരു 10 വയസ്സുള്ള സമയത്ത് അവൻ്റെ അമ്മ അവനെയും അവൻ്റെ അച്ഛനെയും ഇട്ടിച്ച് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അസ്ലിക്ക് എന്തോ പോലെയായി. അവളും കെറമിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ കെറം നിൽക്കുന്നത് ഒരുപാട് മൺപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു ഭാഗത്താണ്. അപ്പോൾ അവളും അവിടെ ഇങ്ങനെ ഓരോ പാത്രങ്ങളും നോക്കുന്നതിൻ്റെ ഇടയിൽ കെറം അവൾക്കൊരു ചെറിയ കൂജ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പണ്ട് ഭർത്താക്കന്മാർ ദൂരെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ കൂജ ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കുകയും അവർ ഭർത്താക്കന്മാർ വരുവോളം അവർക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂജ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അവളോട് പറയാണ്. അപ്പോൾ അസ്ലി കെറമിനോട് പറയാണ്, എനിക്ക് നീ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും ഒപ്പം ഇരുന്ന് ഒരു ചെറിയൊരു മൺപാത്രം നിർമ്മിക്കുകയാണ്. പിന്നീട് കെറം അസ്ലിയുടെ കണ്ണൊക്കെ കെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ്. അവളുടെ ആ കണ്ണിലെ കെട്ട് അയക്കുമ്പോഴാണ് അതൊരു എയർ ബലൂണാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഉയരം പേടിയുള്ളത് കൊണ്ട് അവൾ ആ എയർ ബലൂണിൻ്റെ അകത്ത് നിൽക്കാണ്ട് ഭയങ്കരമായിട്ട് ശബ്ദം വെച്ചിക്കാണ്ട് നിലവിളിക്കുകയാണ്, എനിക്കിത് ഹൈറ്റ് പേടിയാണ്. അതാണെങ്കിൽ കെറമിനൊട്ടും അറിയില്ല. അപ്പോൾ കെറം അവളെ കൂളാക്കാൻ വേണ്ടിയിട്ട് കുറേ റിലാക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ടൊന്നും അവൾ കൂളാകാതെ നിൽക്കുമ്പോൾ കെറം അവളോട് പറയാൻ, നീ കണ്ണു അടച്ച് എൻ്റെ ദേഹത്തോട് ചാരി നിന്നോ, അപ്പോൾ നീ പേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അതുപോലെ കണ്ണടച്ച് അവൻ്റെ ദേഹത്തോട് ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ ഒന്നിങ്ങനെ അവൾ കുറച്ചൊന്ന് റിലാക്സ് ആവുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ രണ്ടുപേരും അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ അതിൽ നിൽക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അവർ പോകുകയാണ്. കെറം അസ്ലിയെ തൻ്റെ സ്ഥലത്ത് അത്താഴത്തിന് ക്ഷണിക്കുന്നു. അവൻ അവൾക്കായി പാചകം ചെയ്യുകയും അസ്ലിക്ക് വേണ്ടി വീട്ടുമുറ്റത്ത് ഒരു പ്രൊജക്ടർ ഫിലിം സ്ഥാപിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ ഭക്ഷണം കഴിച്ച് വീട്ടുമുറ്റത്ത് സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ മഴ പെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ കെറം ഒരു റിമോട്ട് ഉപയോഗിച്ച് അവിടെ മഴ വരുത്തുകയും അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുകയും പിന്നീട് അവർ രണ്ടുപേരും ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ അവൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവൻ്റെ അമ്മയ്ക്ക് പിയാനോ വായിക്കുന്നത് ഇഷ്ടമാണെന്ന് അസ്ലി അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അവൻ്റെ അമ്മ പോയതിനു ശേഷം അവൻ്റെ അച്ഛന് ആ പിയാനോ വലിച്ചെറിയാൻ തോന്നിയതുമില്ല. എന്നാലിട്ട് ആരെയും അതുമേ തൊടാനും അനുവദിച്ചിരുന്നില്ല. പിന്നീട് രാത്രിയിൽ കെറം എഴുന്നേറ്റ് നോക്കുമ്പോൾ പിയാനോയുടെ ശബ്ദം കേട്ട് അവൻ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ അസ്ലി നന്നായിട്ട് പിയാനോ വായിക്കുകയാണ്. അപ്പോൾ അവളുടെ കൂടെ നിന്ന് കെറമും പിയാനോ വായിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇരുവരും സുഹൃത്തുക്കളോട് പറയുകയാണ്. കെറം സീരിയസ് ആയിട്ട് അസ്ലിയെ പ്രണയിക്കുന്നുണ്ടെന്ന് അവൻ്റെ ഫ്രണ്ട്സിനോട് സമ്മതിക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ ഫ്രണ്ട് ട്യൂണ ബ്ലോഗ് വായിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അവൻക്കറിയില്ല അതിലെ കഥാനായകൻ തൻ്റെ കൂട്ടുകാരനാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അസ്ലി അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അന്നത്തെ തലേന്ന് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പറയുന്നുണ്ട്, ഇനി ഞാൻ എൻ്റെ ബ്ലോഗ് നിർത്തി വെക്കുകയാണ്, ഇനി അത് ബ്ലോഗ് ചെയ്യുന്നില്ല എന്നൊക്കെ അസ്ലി പറയുന്നുണ്ട്. ഈ സമയം അവളുടെ അതേസമയം അസ്ലിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരാളിൽ നിന്ന് തേപ്പ് ലഭിച്ച പെൺകുട്ടി. ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ അസ്ലി അവൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവളാകെ അന്താളിച്ച് പറയുകയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തനിക്ക് ഒരാളിൽ നിന്ന് പ്രേതബാധ ഉണ്ടായെന്നും ആ വ്യക്തിയാണ് ഈ കെറം എന്നൊക്കെ അവളോട് പറയണം. കേട്ട് അവളാകെ ഷോക്കായിട്ട് കെറമിനൊരു പണി കൊടുക്കാൻ തീരുമാനിച്ച് അവൾ കെറമിനെ ഒരു അത്താഴത്തിന് വിളിക്കുകയാണ്. അതേസമയം തന്നെ കെറം അവളെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ച് ആ അത്താഴത്തിന് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതിൽ ഇൻസ്റ്റഗ്രാം ലൈവിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ ലൈവായിട്ട് ഇടുകയാണ്. അതിൽ അവൻ സംസാരിക്കുന്നതും അവൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അത് റിജക്റ്റ് ചെയ്തിട്ട്, ഞാൻ ലൈവാണ്, നീ എൻ്റെ ഫ്രണ്ടിനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ആ കേൾക്കുമ്പോൾ അവൻ ആകെ ഷോക്കായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവനൊന്നും പറയാനോ ഒന്നും എന്താ ചെയ്യേണ്ടി ഒന്നും അറിയാതെ അവനങ്ങനെ ഷോക്കായിട്ട് ഇരിക്കണം. അതേസമയം തന്നെ അവൾ പോകുമ്പോൾ അവൾ ഭയങ്കര സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. പിറ്റേ ദിവസം അവളുടെ ലൈവ് കണ്ട ആളുകളൊക്കെ കെറമിനെ കാണുമ്പോൾ അവനെന്തോ പരിഹാസ രീതിയിലാണ് നോക്കുന്നത്. അവനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവനൊരു കണ്ണിലൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിലും ആളുകളൊക്കെ തിരിഞ്ഞു മാറുന്ന ഒരു പരിഹാസ രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ അസ്ലിക്ക് അവളുടെ ജോലി നഷ്ടമാവാണ്. എന്താണ് യഥാർത്ഥ റീസൺ എന്ന് അവളോട് പറയുന്നില്ല. സമയം തന്നെ മെൽറ്റൺ കെറമിൻ്റെ വീട്ടിലോട്ട് വരികയും അസ്ലി അവനെ കുറിച്ച് എഴുതിയ അവളുടെ ബ്ലോഗിനെ കുറിച്ചൊക്കെ അവനോട് പറയുകയും ചെയ്യുന്നു.
അവൾക്ക് കെരമിനോട് ഭ്രമമുള്ളതിനാൽ അസ്ലിയെ അവളുടെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ കെരം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അവളോട്. അപ്പോൾ ഞാൻ അവൾക്ക് അവളുടെ ജോലി തിരിച്ചു നൽകാം, പക്ഷേ അതിന് പകരമായിട്ട് നീ എൻ്റെ കൂടെ ലണ്ടനിലേക്ക് വരണമെന്നുള്ള വ്യവസ്ഥ വെക്കുകയാണ്. എന്നാൽ അസ്ലിയുടെ ജോലി അവൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ആ വ്യവസ്ഥ സമ്മതിക്കുകയാണ്. അസ്ലിക്ക് അവളുടെ ജോലി തിരിച്ചു നൽകുമ്പോൾ അവൾ ആ ഓഫർ നിരസിക്കുന്നു. അവൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മെൽറ്റത്തിന് എന്ത് സംഭവിച്ചു എന്ന് അവളും കെറമിൻ്റെ സുഹൃത്തുക്കളും അവളെ അറിയിക്കും. അവൾ അപ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് ഓടുകയാണ്. ആ ഓടുന്ന കൂട്ടത്തിൽ അവൾ അവളുടെ ബ്ലോഗിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കെറമിനോടുള്ള ഇഷ്ടം എത്രത്തോളമാണെന്നും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ വ്ളോഗ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ കെറം അവളുടെ വ്ളോഗ് കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ അസ്ലി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഗേറ്റിലോട്ട് ഓടുകയാണ്. പക്ഷെ അവൾക്ക് കിട്ടിയതാണെങ്കിലോ അടുത്ത ഫ്ലൈറ്റിനുള്ള ടിക്കറ്റും ആയിരുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റീസും അവളെ അകത്തോട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല. പക്ഷെ അവൾ അവരൊക്കെ മറികടന്ന് ആ ഗേറ്റിനുള്ളിലോട്ട് അകത്തേക്ക് പ്രവേശിക്കുകയും ഇതേ സമയം തന്നെ അവളുടെ വ്ളോഗ് വായിച്ച കെരം സന്തോഷം കൊണ്ട് അവനും വിമാനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയും അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം തന്നെ സെക്യൂരിറ്റീസ് വന്നിട്ട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ഒരു വിലങ്ങിലെ രണ്ടുപേരുടെയും കൈ കോർത്തിട്ട് കൊണ്ടുപോകുകയാണ്. ഇതോടെ നമ്മുടെ ലവ് ടാക്ടിക്സ് എന്ന മൂവി അവസാനിക്കുകയാണ്. അടുത്ത മൂവിയുമായി ഞാൻ ഉടൻ വരാം.